നമസ്കാരം. പ്രധാന വാർത്തകൾ. തൂതപ്പുഴ ഇരുകരയും മുട്ടിയിട്ടും കുലുക്കല്ലൂർ മപ്പാട്ടുകര എളാട് ചെക്ക് ഡാം തുറന്നുവിടാത്തതിൽ പ്രതിഷേധം. ചെക്ക് ഡാമിന് മുകളിലുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീതി. കാഞ്ഞിരപ്പുഴ ഡാം കൂടി തുറന്നാൽ സ്ഥിതി വഷളാകുമെന്ന് നാട്ടുകാർ. ഒറ്റപ്പാലത്ത് വാഹനാപകടം. ഗതാഗത കുരുക്കിൽപ്പെട്ട് സ്കൂട്ടറിൽ നിന്ന് വീണ യുവതി ബസ് കയറി മരിച്ചു. വാണിയംകുളം തൃക്കങ്ങോട് സ്വദേശിനി സന്ധ്യയാണ് മരിച്ചത്. മുണ്ടൂർ തൂതപ്പാതയിൽ ചെറുപ്പളശ്ശേരി കാക്കത്തോട് പാലവുമായി ബന്ധപ്പെട്ട ഗതാഗത പ്രതിസന്ധി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. മഴക്കാലത്തിന് മുൻപ് പാല നിർമ്മാണം പൂർത്തിയാക്കാത്തത് അനാസ്ഥയെന്നും അടിയന്തര പരിഹാരം വേണമെന്നും നേതാക്കൾ. കരുവാരക്കുണ്ടിൽ കടുവയ്ക്ക് വെച്ച കെണിയിൽ കുടുങ്ങിയത് പുലി. വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് 4 വയസ്സുള്ള പെൺപുലി കുടുങ്ങിയത്. പുലിയെ കാട്ടിൽ തന്നെ വിടാനുള്ള വനംവകുപ്പിന്റെ നീക്കം തടഞ്ഞ നാട്ടുകാർ. പെരിന്തൽമണ്ണ ചീരട്ടാമലയിൽ സ്വന്തമായി ഭൂമിയും വീടും ഇല്ലാതെ ആദിവാസി കുടുംബങ്ങൾ ദുരിതത്തിൽ. കല്ലായിത്തോടിലെ 2 കുടുംബങ്ങൾ കഴിയുന്നത് ചോർന്നൊലിക്കുന്ന തീരെ സുരക്ഷയില്ലാത്ത കുടിലിൽ. അധികൃതർ ഇവരുടെ ദുരിതം കാണുന്നില്ലെന്ന ആക്ഷേപം. PMAY ധാരണാപത്രത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒപ്പുവെക്കാത്തത് ഭവന പദ്ധതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായി മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ. നഗരസഭയിൽ 142 പേർക്കുള്ള വീടുകൾ ഇതുകാരണം മുടങ്ങിക്കിടക്കുകയാണെന്നും ചെയർമാൻ. മണ്ണാർക്കാട് അരിയൂർ സഹകരണ ബാങ്കിൽ വിജിലൻസ് പരിശോധന. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രാഥമിക പരിശോധനയെന്ന് വിജിലൻസ്. മുൻ സെക്രട്ടറി, ബാങ്ക് പ്രസിഡന്റ് എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. തൂതപ്പുഴ ഇരുകരമുട്ടിയിട്ടും കുലുക്കല്ലൂർ മപ്പാട്ടുകര എളാട് ചെക്ക് ഡാം തുറന്നുവിടാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമാണ് ചെക്ക് ഡാം തുറന്നുവിടാത്തത് മൂലം പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടത്. ഇപ്പോൾ തന്നെ ചെക്ക് ഡാമിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴ ഡാം കൂടി തുറന്നാൽ സ്ഥിതി വഷളാകുമെന്ന് നാട്ടുകാർ. ഏലംകുളം കുലുക്കല്ലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് തൂതപ്പുഴയ്ക്ക് കുറുകെയാണ് മപ്പാട്ടുകര ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത്. കുലുക്കല്ലൂർ, ഏലംകുളം, നെല്ലായ, ആലിപ്പറമ്പ് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് വേനൽക്കാലത്ത് ഈ ചെക്ക് ഡാം ഒരു അനുഗ്രഹമാണെങ്കിലും മഴക്കാലത്ത് ദുരിതമനുഭവിക്കുന്നത് പുഴയോരത്ത് താമസിക്കുന്നവരും കർഷകരുമാണ്. കാലവർഷം തുടങ്ങി പുഴ ഇരുകര മുട്ടി ഒഴുകാൻ തുടങ്ങിയിട്ടും ചെക്ക് ഡാം തുറന്നുവിടാൻ യാതൊരു നടപടികളും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ ചെക്ക് ഡാമിന് മുകളിലുള്ള പ്രദേശങ്ങളിലും പുഴയോരത്തെ കൃഷിസ്ഥലങ്ങളിലും വീടുകളിലേക്കും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ വർഷക്കാലത്ത് പുഴയിലുണ്ടാകുന്ന ജലനിരപ്പിനേക്കാൾ 1.5 മീറ്ററോളം അധികം ഉയരത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ ഈ ചെക്ക് ഡാം കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമിന് മുകളിലുള്ള പ്രദേശങ്ങളിൽ കൃഷിസ്ഥലങ്ങളിലേക്കും വീടുകളിലേക്കും വലിയ തോതിൽ വെള്ളം കയറും. ഈ ദുരിതം അനുഭവിക്കുന്നത് മാവുണ്ടരിക്കടവ്, മുതുകുരിശി, കമ്പത്തൊടി, ചേനാമ്പറമ്പ് പ്രദേശങ്ങളിലുള്ളവരാണ്. ഇത് ചൂണ്ടിക്കാട്ടി ജില്ലാ കലക്ടർക്ക് ഉൾപ്പെടെ പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് എല്ലാ വർഷവും കാലവർഷം എത്തുന്നതിന് മുമ്പായി ചെക്ക് ഡാം തുറന്ന് വെള്ളം സുഗമമായി ഒഴുകിപ്പോകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കളക്ടർ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ പലപ്പോഴും ഇത് പാലിക്കപ്പെടാറില്ല. ഇതിനു മുമ്പ് ചെക്ക് ഡാം തുറക്കാതിരുന്ന വർഷങ്ങളിലെല്ലാം സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്കും കൃഷിസ്ഥലങ്ങളിലേക്കും വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഈ ഭാഗങ്ങളിലുണ്ടായത്. ഇനി ഇത് ആവർത്തിക്കപ്പെടരുതെന്ന് പലതവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും ഇത്തവണയും ചെക്ക് ഡാം തുറന്നുവിടാനായി യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കാലവർഷം തുടങ്ങിയപ്പോൾ തന്നെ തൂതപ്പുഴയിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പാച്ചിലാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ പുഴയ്ക്ക് സമീപത്തുള്ള കൃഷിസ്ഥലങ്ങളിലും വീടുകളിലേക്കും വെള്ളം കയറി തുടങ്ങിയിട്ടുമുണ്ട്. ഇത്തവണ കാലവർഷം മുന്നേ എത്തുമെന്ന് നിരവധി മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ചെക്ക് ഡാം തുറന്നുവിടാത്തത് അധികാരികളുടെ തികഞ്ഞ അനാസ്ഥയാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഇതുമൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ള അധികാരികൾ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരുമെന്നും നാട്ടുകാർ പറയുന്നു. പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഈ തൂതപ്പുഴയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ, വെള്ളം അധികമായി കഴിഞ്ഞാൽ ഈ വെള്ളം തുറന്നു വിടാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് താഴെ ചെക്ക് ഡാമുണ്ട്, എളാട് ചെക്ക് ഡാമുണ്ട്. ഈ എളാട് ചെക്ക് ഡാം ഏകദേശം 4-5 മീറ്റർ ഹൈറ്റാണുള്ളത്. സാധാരണ രീതിയിൽ ആ ചെക്ക് ഡാം തുറന്നിട്ടില്ലെങ്കിൽ ബാക്ക് ഫ്ലോ, അതായത് ബാക്കിലേക്കുള്ള വെള്ളം ഏകദേശം 5 അടി 6 അടി വരെ പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. വെള്ളം പൊങ്ങാറുണ്ട്. ഈ 6 അടി വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 2 കരവിലേക്കും, അതായത് മാവുണ്ടിക്കടവ് ഭാഗത്തേക്കും മുതുർശി ഭാഗത്തേക്കും 2-3-4 അടി വെള്ളം കരയിലേക്ക് ഒഴുകി വരാൻ സാധ്യതയുണ്ട്. എന്നുള്ള 2018-ലും 2019-ലും സംഭവിച്ചത് അതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പാലക്കാട് ജില്ലാ കലക്ടറേറ്റും പാലക്കാട് അന്ന് ചെക്ക് ഡാം തുറന്നിട്ടുണ്ടായിരുന്നില്ല 2018-ലും 2019-ലും. അത് കാരണമായിരുന്നു വെള്ളം
ഈ ഇരു കരയിലേക്കും 2-3-4 അടി പൊങ്ങി ഞങ്ങളുടെയൊക്കെ വീട്ടിലേക്ക്, എൻ്റെ വീട്ടിലേക്ക്, അതുപോലെ തന്നെ ഉമ്മറിൻ്റെ വീട്ടിലേക്ക്, അതുപോലെ തന്നെ ഈ ഉമ്മറിൻ്റെ വീട്ടിലേക്ക്, ഞങ്ങളുടെയൊക്കെ ഈ ഭാഗത്തുള്ള വീടുകളിലൊക്കെ ഏകദേശം സ്വിച്ച് ബോർഡ് വരെ വെള്ളം കയറുണ്ടായി. ഞങ്ങൾക്കൊക്കെ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഞങ്ങൾ അടുത്ത വർഷം കലക്ടറായിട്ട് ബന്ധപ്പെടുകയും കലക്ടർ നേരിട്ട് പഞ്ചായത്ത് അധികൃതരെയും മറ്റും അറിയിക്കുകയും വർഷക്കാലം വരുന്നതിന് മുമ്പ് തന്നെ ചെക്ക് ഡാം തുറക്കുകയും അതുപോലെ തന്നെ കാഞ്ഞിരപ്പുഴ ഡാമിലെ വെള്ളം ക്രമാതീതമായി വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് തുറന്നു വിടാനുള്ള കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തു. അത് കഴിഞ്ഞ വർഷം വരെ അത് ചെയ്യുകയുണ്ടായി. പക്ഷേ ഈ വർഷത്തിൽ ചെക്ക് ഡാം തുറന്നിട്ടില്ല. അത് ഞങ്ങൾക്ക് വളരെ ആശങ്കയാണ്. കാരണം ഇപ്പോഴത്തെ പുഴയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 5 അടി വെള്ളം താണു പോകേണ്ട വെള്ളമാണ്. ഇവിടെ 5 അടി പൊങ്ങിയിട്ടാണ് ഇപ്പോൾ പോണത്. ഇനി തുടർച്ചയായിട്ട് മഴ വരികയാണെങ്കിൽ പിന്നെ വെള്ളം കൂടുതൽ വരുന്ന മുറയ്ക്ക് വീണ്ടും കര കവിഞ്ഞൊഴുകും. അതുപോലെ തന്നെ ഡാമുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഡാമിൽ വെള്ളം പിന്നെ നിറയുന്ന മുറക്ക് അവർ തുറക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചെക്ക് ഡാം തുറക്കാൻ ഒരു മാർഗ്ഗമില്ല. അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. ആയതുകൊണ്ട് ചെക്ക് ഡാം തുറക്കാനുള്ള ഒരു മാർഗ്ഗം ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ ശക്തമായ മഴയുടെ സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ആശങ്ക ഉള്ളത്. കാരണം ഇത് ഡാം തുറന്നിട്ടില്ലാത്ത 2 വർഷങ്ങളിൽ ഞങ്ങൾ ഇതിൻ്റെ കെടുതി അനുഭവിച്ച ആൾക്കാരാണ്. വലിയ നഷ്ടങ്ങൾ സംഭവിച്ച ആൾക്കാരുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ഇപ്പോഴത്തെ വാട്ടർ ലെവൽ ഒരു 4-5 അടിയോളം വാട്ടർ ലെവൽ പൊങ്ങി നിൽക്കുന്ന ഡാം തുറക്കാത്ത, ചെക്ക് ഡാം തുറക്കാത്ത സാഹചര്യം കൊണ്ടാണ്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഡാം അവിടെ മുകളിൽ തുറക്കുകയാണെങ്കിൽ അതിൽ നിന്നും ശക്തമായ വെള്ളം വരികയും ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ കെടുതി ഞങ്ങൾ അനുഭവിക്കൽ നിർബന്ധമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ചെക്ക് ഡാം തുറന്നു കഴിഞ്ഞാൽ ഈ വാട്ടർ ലെവൽ ഫ്ലോ ഒന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ 2 മീറ്ററോളം വെള്ളം, 1.5-2 മീറ്ററിൻ്റെ അടുത്ത് വെള്ളം ഇപ്പോൾ പൊങ്ങി നിൽക്കുന്നത് ആ ഒരു സാഹചര്യം കൊണ്ടാണ്. അതുകൊണ്ട് ഈ ശക്തമായ ഒരു തീരുമാനം പഞ്ചായത്തും അതുപോലെ ഞങ്ങൾ കളക്ടറേറ്റ് പറഞ്ഞതാണ്. അതും കൂടെ ഞങ്ങൾക്ക് അവിടുന്ന് സാങ്ഷനും വന്നതാണ്. വർഷാവർഷം തുറന്ന് ഇത് നിർദ്ദേശം കൊടുത്തതുമാണ്. അത് നടപ്പിലായിട്ടില്ല. ഇപ്രാവശ്യം അനാസ്ഥകാരനായിരിക്കാം, ശ്രദ്ധ കമ്മിയായിരിക്കാം. ഞങ്ങളിപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് വേണ്ടുപോലെ എന്താ നടപടികൾ വെച്ചാൽ ചെയ്തു തരണമെന്ന് പ്രത്യേകം പറയണം. മഴ കനത്താൽ കുന്തിപ്പുഴയിൽ ഇനിയും വെള്ളമുയരും. കാഞ്ഞിരപ്പുഴ ഡാം ഉൾപ്പെടെ തുറക്കേണ്ടി വന്നാൽ കുന്തിപ്പുഴയിലെ ജലനിരപ്പ് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാകും. ചെക്ക് ഡാം തുറന്നുവിടാത്ത സാഹചര്യത്തിൽ ഇത്തവണ പുഴവെള്ളം എവിടെ വരെ എത്തുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. വേനൽ അവസാനമായിട്ട് എല്ലാ കൊല്ലം തുറക്കലുള്ളതാണ്. ഈ പ്രാവശ്യം അത് തുറക്കാത്ത കാരണം ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാവും. 2 കൊല്ലം ഇവിടെ തുറന്നില്ല. 2 കൊല്ലം പീടികൾക്കും വീട്ടുകൾക്കൊക്കെ വെള്ളം കയറി. ഈ പ്രാവശ്യം തുറന്നിട്ടില്ല. കഴിഞ്ഞ 2 കൊല്ലത്തെ 18-19 അതേ അവസ്ഥ തന്നെ ഇപ്പോൾ ഈ പ്രാവശ്യം ആകും. ആശങ്കയിലാണ് ജനങ്ങൾ. പഞ്ചായത്തൊന്നും പറയാനായിട്ടില്ല. ഒരു തുറക്കണം എന്നുള്ളൊരു ഇത് കേട്ടുകൊണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ വെള്ളം കുറവായിട്ട് കഴിയേണ്ടി വരും തുറക്കണമെങ്കിൽ. അത് 2 മാസം മുമ്പ് പോലെ എടുക്കേണ്ടതായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. ഒറ്റപ്പാലത്ത് ഗതാഗത കുരുക്കിൽപ്പെട്ട സ്കൂട്ടർ യാത്രക്കാരിക്ക് വാഹനാപകടത്തിൽ ദാരുണമായ അന്ത്യം. സ്കൂട്ടർ മറിഞ്ഞു വീണ് യുവതിയുടെ തലയിലൂടെ ബസിന്റെ ചക്രങ്ങൾ കയറിയിറങ്ങുകയായിരുന്നു. വാണിയംകുളം തൃക്കങ്ങോട് സ്വദേശിനി സന്ധ്യയാണ് മരിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന ഭർത്താവ് രാജേഷിനും പരിക്കേറ്റു. വെള്ളിയാഴ്ച വൈകിട്ട് 5:45 പ്രധാന പാതയിൽ വേങ്ങേരി ക്ഷേത്ര പരിസരത്തായിരുന്നു ദാരുണമായ അപകടം. പിന്നിലുണ്ടായിരുന്ന സ്വകാര്യ ബസ് സന്ധ്യയും രാജേഷും യാത്ര ചെയ്തിരുന്ന സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടെയാണ് അപകടമെന്ന് പോലീസ് പറഞ്ഞു. നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ സന്ധ്യയുടെ തലയിലൂടെ ബസ് കയറിയിറങ്ങി. സന്ധ്യ തൽക്ഷണം മരിച്ചു. കാലിന് പരിക്കേറ്റ നിലയിൽ താലൂക്ക് ആശുപത്രിയിലെത്തിച്ച രാജേഷിനെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മുണ്ടൂർ തൂതപ്പാതയിൽ ചെറുപ്പളശ്ശേരി കാക്കാത്തോട് പാലവുമായി ബന്ധപ്പെട്ട ഗതാഗത തടസ്സത്തിൽ അധികാരികളുടെ അനാസ്ഥ ആരോപിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. DCC മെമ്പർ PP വിനോദ് കുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. മുണ്ടൂർ തൂതപ്പാതയിൽ കാക്കാത്തോടിന് കുറുകെ പുതിയ പാലം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായ ഗതാഗത തടസ്സത്തിന് കാരണം അധികാരികളുടെ അനാസ്ഥയാണെന്നാരോപിച്ചാണ് ചെറുപ്പളശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ചെറുപ്പളശ്ശേരി വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കാക്കാത്തോടിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം DCC മെമ്പർ PP വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങൾ തുറക്കാനിരിക്കെ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ അനാസ്ഥ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് PP വിനോദ് കുമാർ പറഞ്ഞു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നും വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്നില്ല. കേരളത്തിൽ കാലവർഷം നേരത്തെ വന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു.
നിലവിലുള്ള പാലത്തിന്റെ സൈഡിലുള്ള ഭിത്തി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അവിടെ ഒരു നീല ഷീറ്റ് അതിന്റെ മുകളിലിട്ട് താൽക്കാലികമായി അത് മറച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അതിന്റെ ഒരു ചോദ്യം വന്നു, ഇത് മതിയോ പാലം തകരാതിരിക്കാൻ എന്നൊരു ചോദ്യം. ആ ചോദ്യം ഷൊർണൂരിലെ MLA-യോടാണ് ഈ ചെറുപ്പളശ്ശേരിയിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന എന്താ? ചെറുപ്പളശ്ശേരിയിലെ നഗരവികസനം, ചെറുപ്പളശ്ശേരി മുണ്ടൂർ തൂതപാത, ഇതൊക്കെ നഗരസഭയുടെ നേട്ടമാണ് എന്ന് MLA-യും ചെയർമാനും ഒരുമിച്ചിരുന്ന് പറയുക. ഇത് ഈ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ പട്ടികയാക്കുന്ന ഒരു സ്വഭാവം വേണോ? കാരണം ഈ ആളുകൾക്ക് ചെറുപ്പളശ്ശേരിയിലെ ജനങ്ങൾക്ക് യാതൊരു വിവരവുമില്ലാത്ത ആളുകളാണ്, വിവേകമില്ലാത്ത ആളുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമല്ലേ നഗരസഭാ ചെയർമാനും ഈ ഷൊർണൂർ MLA-യും നടത്തി വരുന്നത്? എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രതിഷേധ കൂട്ടായ്മ ചെറുപ്പളശ്ശേരിയിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം, അടിയന്തരമായി പരിഹാരമുണ്ടാക്കണം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാരായ KM ഇസാക്ക്, ശ്രീലജ വാഴക്കുന്നത്ത്, ഷീജ അശോകൻ, നേതാക്കളായ സ്വാമിനാഥൻ, N ജനാർദ്ദനൻ തുടങ്ങിയവരും INTUC, മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കടുവയ്ക്ക് വെച്ച കെണിയിൽ പുലി കുടുങ്ങി. കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിലെ C1 ഡിവിഷനിൽ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് 4 വയസ്സുള്ള പെൺപുലി കുടുങ്ങിയത്. വണ്ടിയിലുണ്ടോ? എവിടെ മുറിച്ച? ആദ്യം എത്തത് കൊണ്ടാത്ത വീട്ടില്. കഴിഞ്ഞ 15 ദിവസമായി കരുവാരക്കുണ്ട് കടുവ ഭീതിയിലാണ്. ഇതിനായി വിവിധയിടങ്ങളിൽ കെണികൾ സ്ഥാപിക്കുകയും ചെയ്തതാണ്. ഇതിനിടയിലാണ് കേരള എസ്റ്റേറ്റ് C1 ഡിവിഷനിൽ സ്ഥാപിച്ച കെണിയിൽ പുള്ളിപ്പുലി അകപ്പെട്ടത്. രാവിലെ 7 മണിയോടെയാണ് പുലി കെണിയിൽപ്പെട്ടത് പ്രദേശവാസികൾ കണ്ടത്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. പുലിയെ നെടുങ്കയം വനത്തിലേക്ക് എത്തിച്ച് തുറന്നുവിടാനാണ് തീരുമാനം. പുലി പുലി കരുവാരക്കുണ്ടിൽ കെണിയിൽ കുടുങ്ങിയ പുലിയെ കാട്ടിൽ തന്നെ വിടാനുള്ള വനംവകുപ്പിന്റെ നീക്കം തടഞ്ഞ നാട്ടുകാർ. കടുവയ്ക്ക് വെച്ച കെണിയിൽ കുടുങ്ങിയ പുലിയെ നെടുങ്കയം വനത്തിൽ തുറന്നുവിടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. എന്നാൽ ഇത് അനുവദിക്കില്ലെന്നും മൃഗശാലയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. ജനങ്ങളാകെ വീതിയിലാണ്ട് നാട്ടിൽ പൊറുതി മുട്ടുമ്പോൾ കണ്ണം പൂട്ടിയിരിക്കുന്നവരെ അധികാരികളെ സർക്കാരുകളെ രേഖാമൂലം വെള്ളിയാഴ്ച രാവിലെ 11ഓടെയാണ് കൂട്ടിലായ പുലിയുമായി വനംവകുപ്പ് മലയിറങ്ങിയത്. കേരള എസ്റ്റേറ്റിൽ തടിച്ചുകൂടിയ പ്രദേശവാസികൾ ആദ്യം മുദ്രാവാക്യം വിളിയുമായി വാഹനങ്ങൾ തടഞ്ഞു. അരമണിക്കൂർ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിനു ശേഷം തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റാം എന്ന ധാരണയിലാണ് പ്രതിഷേധം അവസാനിച്ചത്. മണം നോക്കല്ലേ അല്ലേ ഒരു
കരുവാരക്കുണ്ടിൽ വന്യമൃഗം കെണിയിൽ കുടുങ്ങുന്നത് ഇതാദ്യം. കടുവയും പുലിയുമൊക്കെ വനംവകുപ്പിന്റെയും പ്രദേശവാസികളുടെയും ക്യാമറ കണ്ണുകളിൽ പതിയുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടും പലതവണ കെണികൾ സ്ഥാപിച്ചിട്ടും ആദ്യമായിട്ടാണ് പുലി കെണിയിലാകുന്നത്. കെണിയിലകപ്പെട്ട പുലിയെ കാണാൻ നിരവധി ആളുകളാണ് കേരള എസ്റ്റേറ്റ് കുനിയന്മാട് മല കയറിയത്. കടുവ, പുലി, ആന, കാട്ടുപോത്ത്, കരടി തുടങ്ങി ആക്രമണകാരികൾ ഏറെയുള്ള സൈലന്റ് വാലി വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് കരുവാരക്കുണ്ട്. അതിനാൽ തന്നെ ഇത്തരം മൃഗങ്ങൾ കരുവാരക്കുണ്ടിൽ കാണപ്പെടുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല. പുലർച്ചെ ടാപ്പിങ്ങിനിറങ്ങുന്ന തൊഴിലാളികളും വെള്ളച്ചാട്ടങ്ങളിൽ കുളിക്കാൻ പോകുന്നവരും കടുവ, പുലി എന്നിവയെ നേരിൽ കാണുകയും ചിത്രങ്ങൾ പകർത്തുകയുമെല്ലാം ചെയ്തതാണ്. ഇതിനു പുറമെ വളർത്തുമൃഗങ്ങൾ ആക്രമിക്കപ്പെടുന്നതും സ്ഥിരം സംഭവമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പാന്ത്ര, കൽക്കുണ്ട്, കുണ്ടോട എന്നിവിടങ്ങളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കെണികളും സ്ഥാപിക്കാറുണ്ട്. 2 വർഷം മുൻപ് കടുവ വേട്ടയാടിക്കൊന്ന കാട്ടുപന്നിയുടെ ജഡം ഇരയാക്കി വെച്ച് കുണ്ടോടയിലും മേലേപ്പാന്ത്രയിലും കെണികൾ സ്ഥാപിക്കുകയും ഇതിനരികിൽ വരെ എത്തിയ കടുവ പിടികൊടുക്കാതെ രക്ഷപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട്. കാളികാവ് അടക്കാക്കുണ്ടിലെ പാറശ്ശേരിയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് ഇത്രയേറെ ഗൗരവമായ തിരച്ചിലിലേക്ക് വനം വകുപ്പ് കടന്നത്. 15 ദിവസമായി മലയും പുഴയും കാടും താണ്ടി വനപാലകർ കടുവയ്ക്കായുള്ള തിരച്ചിലിലാണ്. 6 കെണികളും സ്ഥാപിച്ചു. ഒടുവിൽ കടുവയ്ക്ക് വെച്ച കൂട്ടിൽ അകപ്പെട്ടതാകട്ടെ പുള്ളിപ്പുലിയും. നരഭോജി കടുവയുടെ സാന്നിധ്യം കുനിയന്മാട് മേഖലയിൽ സ്ഥിരീകരിച്ചതിനാലാണ് വനം വകുപ്പ് ഇവിടെ കെണി സ്ഥാപിച്ചത്. ഇരയായി ഒരു ആടിനെയും കെണിയിൽ വെച്ചു. വെള്ളിയാഴ്ച രാവിലെ കെണി പരിശോധിച്ചപ്പോഴാണ് കടുവയ്ക്ക് പകരം ലക്ഷണമൊത്ത ഒന്നാന്തരം പുള്ളിപ്പുലി കുടുങ്ങിയത് കണ്ടത്. പുലി കുടുങ്ങിയ വാർത്ത കാട്ടുതീ പോലെ പടർന്നതോടെ കാണുന്നതിനായി നിരവധി പേർ കുനിയന്മാട് മല കയറി. കഴിഞ്ഞ ദിവസം ചേരിയിൽ വളർത്തുനായയെ ആക്രമിച്ച പുലിയാകാം ഇതെന്നാണ് നിഗമനം. എന്തായാലും കരുവാരക്കുണ്ടിൽ സ്ഥാപിച്ച കെണികളിൽ കുടുങ്ങിയ ആദ്യ വന്യമൃഗം എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഈ പുള്ളിപ്പുലി. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. കെണിയിലായത് സഹവില്ലനെങ്കിൽ മെയിൻ വില്ലൻ ഇപ്പോഴും കാണാമറയത്ത് തന്നെ. നരഭോജിക്കടുവയെ കണ്ടെത്താനുള്ള ദൗത്യം പരാജയപ്പെടുന്നത് നാട്ടുകാർക്ക് ഭീതി ഉണ്ടാക്കുന്നത് ചെറുതൊന്നുമല്ല. വെള്ളിയാഴ്ച കെണിയിൽ കുടുങ്ങിയ പുലിയെ കൊണ്ടുപോയ സമയത്ത് കരുവാരക്കുണ്ട് കേരളയിൽ ശക്തമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. കടുവയെ പിടികൂടാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ. നരഭോജി കടുവയ്ക്കായി വെച്ച കെണിയിൽ 4 വയസ്സുള്ള പെൺപുലിയാണ് കുടുങ്ങിയത്. കടുവയെ പിടികൂടാൻ കഴിയാതിരിക്കുകയും പലയിടങ്ങളിലായി കാണുകയും ചെയ്യുന്നത് വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത്. തോട്ടം തൊഴിലാളികളും ജോലിക്ക് പോയിട്ട് ദിവസങ്ങളായി. കടുവയ്ക്ക് പകരം പുലി കുടുങ്ങിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മിടുക്കായി കാണാനും കഴിയില്ല. യഥാർത്ഥ വില്ലൻ പുറത്തു നിൽക്കുമ്പോൾ ജനങ്ങളുടെ സ്വൈര്യജീവിതം തന്നെ ഇല്ലാതായ അവസ്ഥയിലാണ്. വനം വകുപ്പ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും കടുവയെ പിടികൂടിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് പറഞ്ഞു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിൽ നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം തന്നെയാണ് ഇവിടെ എനിക്ക് ഇതുവരെ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇവര് നിലവിൽ 2 കൂടാണ് സ്ഥാപിച്ചിരുന്നത്. ഇപ്പം ഇന്നലെ മുഖ്യമന്ത്രിയുടെയൊക്കെ നേരിട്ട് നമ്മൾ പോയി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ കൂട് വെക്കാനുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതോടുകൂടി ആ 3 പ്രദേശങ്ങളെ കവർ ചെയ്യുന്ന ഒരു രീതിക്ക് വന്നാൽ തീർച്ചയായിട്ടും കടുവയെ പിടികൂടാൻ തന്നെ സാധിക്കും. ഒരു അവസരമായ കടുവയാണ് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്തുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നീളുകയാണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നീളുകയാണെങ്കിൽ ഉപരോധമായിട്ടില്ല നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെയുള്ള തീരുമാനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത്. കടുവാ ഭീതി അകറ്റിയില്ലെങ്കിൽ നാട്ടുകാരും പ്രതിഷേധത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. അവരെ അന്വേഷണവുമായിട്ട് ഞങ്ങൾക്ക് 100% പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. കാരണം അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു 10 ആൾ വന്നിട്ട് തിരിച്ചു പോകുന്നൊരു സംവിധാനമാണ്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ട് ഇതിന് പ്ലാന് വേണം. അതായത് വഴിക്കടവ്, എടക്കര, നിലമ്പൂർ, കരുളായി, കാളികാവ്, കരുവാരക്കുണ്ട്
വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ വ്യക്തമായിട്ട് ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാകണം. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമം സത്യത്തിൽ മൃഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. മണ്ണാർക്കാട് അരിയൂർ സഹകരണ ബാങ്കിൽ വിജിലൻസിന്റെ പരിശോധന. ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രാഥമിക പരിശോധനയെന്ന് വിജിലൻസ് വിഭാഗം അറിയിച്ചു. UDF ഭരിക്കുന്ന അരിയൂർ സഹകരണ ബാങ്കിൽ കഴിഞ്ഞ ദിവസം വിജിലൻസ് പരിശോധന നടത്തി. ബാങ്കിലെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് പരാതി ലഭിച്ചതിനെ തുടർന്നാണ് അരിയൂരിലെ ഹെഡ് ഓഫീസിലും ആര്യമ്പാവിലെ ശാഖയിലും പരിശോധന നടത്തിയത്. രാവിലെ ആര്യമ്പാവ് ബ്രാഞ്ചിലാണ് വിജിലൻസ് സംഘം എത്തിയത്. ഉച്ചയോടെ ഹെഡ് ഓഫീസിലും സംഘം പരിശോധന നടത്തി. ബാങ്കിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും ഇടപാടുകളെ സംബന്ധിച്ചും വിജിലൻസിന് പരാതി ലഭിച്ചിരുന്നു. ഈ പരാതികളുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന്റെ ഭാഗമായുള്ള പരിശോധന മാത്രമാണ് നടത്തിയതെന്ന് വിജിലൻസ് സംഘം പറഞ്ഞു. ക്രമക്കേടുകളെക്കുറിച്ച് വ്യാഴാഴ്ച പരിശോധന നടത്തിയിട്ടില്ല. പരാതികളിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതയാണോ എന്ന് പരിശോധിക്കുന്ന പ്രാഥമിക നടപടികളാണ് പൂർത്തിയാക്കിയത്. മുൻ സെക്രട്ടറി, ബാങ്ക് പ്രസിഡന്റ്, ജീവനക്കാർ എന്നിവരിൽ നിന്ന് സംഘം വിവരങ്ങൾ ആരാഞ്ഞു. പോലീസിന്റെ വിജിലൻസ് സംഘത്തോടൊപ്പം സഹകരണ വകുപ്പിലെ 2 ഓഡിറ്റർമാരും സംഘത്തിലുണ്ടായിരുന്നു. PMAY ധാരണാപത്രത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒപ്പുവെക്കുന്നത് വൈകുന്നത് കാരണം മണ്ണാർക്കാട് നഗരസഭയിൽ ഗുണഭോക്താക്കൾക്ക് വീട് അനുവദിക്കാനാവുന്നില്ലെന്ന് ചെയർമാൻ. 142 പേർക്കുള്ള വീടുകളാണ് നഗരസഭയിൽ മുടങ്ങിക്കിടക്കുന്നതെന്നും ചെയർമാൻ C. മുഹമ്മദ് ബഷീർ പറഞ്ഞു. നഗരസഭയിലെ 142 പേരുടെ ലിസ്റ്റ് നിലവിൽ ലൈഫ് പദ്ധതിയിലാണ്. ഇത് PMAY പദ്ധതിയിലേക്ക് മാറ്റിയാലേ വീട് അനുവദിക്കാനാകൂ. ഇതിന് തടസ്സമായി നിൽക്കുന്നത് ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാത്തതാണെന്നാണ് ചെയർമാന്റെ ആരോപണം. PMAY പദ്ധതിയിലാണെങ്കിൽ 2 ലക്ഷം നഗരസഭയും 1.5 ലക്ഷം കേന്ദ്രവും 50,000 രൂപ സംസ്ഥാന സർക്കാരുമാണ് നൽകുക. ലൈഫിലാണെങ്കിൽ 4 ലക്ഷം പൂർണ്ണമായും നഗരസഭ നൽകണം. നേരത്തെ 87 വീടുകൾ ഈ ഭരണസമിതി നൽകിയതായി നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ പറഞ്ഞു. മാത്രമല്ല, കഴിഞ്ഞ ഭരണസമിതി വീട് അനുവദിച്ച ഗുണഭോക്താക്കളുടെ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുകയും ചെയ്തു. ഹഡ്കോയിൽ നിന്ന് 3 കോടി രൂപ വായ്പയെടുത്താണ് കുടിശ്ശിക തീർത്തതെന്നും ചെയർമാൻ പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭയിൽ പുതിയ വീടുകൾ അനുവദിക്കാത്തൊരു വിഷയം പറഞ്ഞിരുന്നു. പക്ഷേ മണ്ണാർക്കാട് നഗരസഭ 6th DPRൽ 142 ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പാലക്കാട് കുടുംബശ്രീ മിഷനിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ എന്നല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള MOU സൈൻ ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പോൾ അത് ലൈഫിലാണ് കിടക്കുന്നത്. PMAYയിലേക്ക് മാറ്റണം. PMAYയിലേക്ക് മാറ്റിക്കഴിഞ്ഞാലാണ് ത്രിതല സർക്കാർ സംവിധാനത്തിൽ ഈ ഫണ്ട് ആളുകൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. നഗരസഭ 2 ലക്ഷം, 1.5 ലക്ഷം കേന്ദ്രം, 50,000 സംസ്ഥാന സർക്കാർ, ഈ ഒരു രീതിയിലാണ് 4 ലക്ഷം രൂപ കൊടുക്കുന്നത്. അപ്പോൾ അത് കേരള സർക്കാർ കേന്ദ്ര സർക്കാരുമായി MOU സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നഗരസഭയുടെ ഭാഗത്തതിലൊരു വീഴ്ചയും ഇല്ല. ഇതിൻ്റെ മുമ്പ് ഒരു 87 വീട് നഗരസഭ പൂർണ്ണമായിട്ട് കൊടുത്തു. അതിന് മുമ്പ് 700 പരം വീടുകൾ കൊടുത്ത മുൻ ഭരണസമിതി കൊടുത്ത മുഴുവൻ ആളുകൾക്കും അവരുടെ അരിയേഴ്സ് മുഴുവൻ തീർത്തു കൊടുത്തു. 3 കോടി രൂപയോളം അടുക്കുവന്ന് ലോൺ എടുത്തുകൊണ്ടാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത്. ഇനി ഈ 142 ആളുകൾക്ക് സർക്കാരുകൾ തമ്മിൽ MOU സൈൻ ചെയ്ത് സാങ്ഷൻ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ 1-ാം ഗഡു കൊടുക്കുന്നതാണ്. പാലക്കാട് കുളപ്പുള്ളി പാതയിലെ ഒറ്റപ്പാലം കിഴക്കേത്തോട് പാലത്തിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഷീറ്റ് പൈലിംഗ് ചെയ്ത് മണ്ണിട്ട് താൽക്കാലിക പരിഹാരമൊരുക്കി. ഇതോടെ പാതയിൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായി. പാലത്തിന്റെ പടിഞ്ഞാറ് അപ്രോച്ച് റോഡിനോട് ചേർന്ന പാതയുടെ വടക്കുഭാഗത്ത് മണ്ണിടിഞ്ഞ പ്രശ്നത്തിലാണ് താൽക്കാലിക പരിഹാരം ഒരുക്കിയിരിക്കുന്നത്. കട്ടിയുള്ള ഇരുമ്പ് ഷീറ്റുകൾ ഉറപ്പിച്ച് മണ്ണ് നിറച്ചാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. ഇതോടെ പാതയിലെ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായി. പുതിയ പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനിടെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇതിനെ തുടർന്ന് പാലത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ഗതാഗത നിയന്ത്രണത്തെ തുടർന്ന് വാണിയംകുളം, കോതകുറിശി, വരോട്, മുരുക്കുംപറ്റ, മംഗലം വഴിയാണ് ഭാരവാഹനങ്ങൾ തിരിച്ചുവിട്ടിരുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ ചീരട്ടാമലയിൽ സ്വന്തമായി ഭൂമിയും വീടുമില്ലാതെ ആദിവാസി കുടുംബങ്ങൾ ദുരിതത്തിൽ. ചീരട്ടാമല കല്ലായിത്തോടിലെ 2 കുടുംബങ്ങൾ ചോർന്നൊലിക്കുന്ന തീരെ സുരക്ഷയില്ലാത്ത കുടിലാണ് കഴിയുന്നത്. ഇവരുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം.
പെരിന്തൽമണ്ണ ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ചീരട്ടാമല കല്ലായിത്തോടിലെ ഈ ചെറിയ കുടിലിലാണ് ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നത്. ഒരു ചുമരിനപ്പുറത്തും ഇപ്പുറത്തുമായി 2 കുടുംബങ്ങളുടെ ദുരിതം നിറഞ്ഞ ജീവിതം. മഴ പെയ്താൽ ചോർന്നൊലിക്കും. നേരം ഇരുട്ടി തുടങ്ങിയാൽ ഇവരുടെ ഉള്ള് ഭീതിയിലാവും. സുന്ദരനും ഭാര്യ സുനിതയും ഇവരുടെ 3 മക്കളും കുടിലിൻ്റെ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് സുന്ദരി എന്നവരും ഇവരുടെ 2 മക്കളും കഴിഞ്ഞുകൂടുന്നു. സുന്ദരിയുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടു. സുന്ദരൻ കൂലിപ്പണിക്ക് പോയി അവരുടെ കുടുംബം കഴിഞ്ഞുകൂടുന്നു. എന്നാൽ സുന്ദരിക്ക് അസുഖമായതിനാൽ തൊഴിലിന് പോകാൻ സാധ്യമല്ല. ഈ 2 കുടുംബങ്ങൾക്കും സ്വന്തമായി ഭൂമിയില്ല. അതിനാൽ വീടും അനുവദിച്ചിട്ടില്ല. മഴക്കാലത്ത് പാമ്പും തേളും മറ്റു മനസ്സിന് ഉള്ളിലേക്ക് കയറി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. പേടിച്ചാൽ കിടക്കല്. പിന്നെ മഴ പെയ്താൽ അവിടെ റൂമിൽ കിടക്കണ അവിടുത്തെ നല്ല വെള്ളമൊക്കെ വരും. ചോർന്ന കിടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റേഷൻ കാർഡ് കോപ്പി, ആധാരത്തിൻ്റെ കോപ്പി അതെല്ലാം കൊടുത്തുന്നു. പിന്നെ എന്തോ വീട് ഒന്നും നേരായിട്ടില്ല, കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാ. പിന്നെ അതുമല്ല, കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് എഴുതിക്കൊണ്ടുപോലുണ്ട്. ഒന്നും ശരിയായിട്ടില്ല. എല്ലാവരും പറയുന്നു പെട്ടെന്ന് വീട് നേരായി കിട്ടുമെന്ന്. എന്താ ഒന്നും കിട്ടുന്നില്ല. സമീപവാസിയുടെ സ്ഥലത്ത് ആസ്പെറ്റോസും ടാർപ്പായയും ഓലയും കൊണ്ട് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയതാണ് ഈ കുടിൽ. തീരെ സുരക്ഷിതമല്ലാതെ രാത്രികൾ കഴിച്ചുകൂട്ടേണ്ട ദയനീയ അവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ. ഇവർക്ക് ഭൂമി അനുവദിക്കുന്നതിനോ വീട് നിർമ്മിച്ചു നൽകുന്നതിനോ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. സ്വന്തമായിട്ട് സ്ഥലം, വീടില്ല, വെള്ളമില്ല. മഴയത്തും വെയിലത്താണ് വെള്ളത്തിനൊക്കെ എടുക്കാൻ പോണത്. കുറേ ആൾക്കാർ ഇങ്ങനെ എഴുതിക്കൊണ്ടായി വീടൊന്നും കിട്ടിയില്ല. പിന്നെ ഇതാ ഇവിടെ കറണ്ടില്ലാതെ നാത്തൂന് ഇരുട്ടത്ത് നിൽക്കണ ചെറിയ കുട്ടീനുണ്ട്. സ്വന്തമായിട്ട് വീട് കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു. എല്ലാം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി. റേഷൻ അരി കിട്ടുന്നത് കൊണ്ട് മാത്രം പട്ടിണി കൂടാതെ ജീവിക്കുന്നു. ആദിവാസി കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന പുനരധിവാസ കേന്ദ്രമായ പെരിന്തൽമണ്ണ സായി സ്നേഹദിനം ട്രൈബൽ ഹോസ്റ്റൽ മുഖേന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി വരുന്നു എന്നതാണ് ഏക ആശ്വാസം. എന്നാൽ ഇവർക്ക് വാസയോഗ്യമായ വീടില്ല എന്നത് ഏറ്റവും സങ്കടകരമാണ്. ഇവരുടെ കാര്യത്തിൽ അധികൃതർ ഇനിയെങ്കിലും കനിവ് കാണിക്കണം. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യ ശുചിത്വ സമിതി യോഗം ചേർന്നു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ യോഗത്തിൽ തീരുമാനമായി. മഴക്കാലം ശക്തമായതോടെ നെല്ലായ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷിന്റെ അധ്യക്ഷതയിൽ ആരോഗ്യ ശുചിത്വ സമിതി യോഗം ചേർന്നത്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ യോഗം തീരുമാനിച്ചു. വാർഡുകളിൽ ആരോഗ്യ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും ആശമാരുടെയും നേതൃത്വത്തിൽ കുടുംബശ്രീ വളണ്ടിയർമാരുടെ സഹകരണത്തോടെ കൊതുക് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ വ്യാപകമായി നടത്തും. ഡെങ്കിപ്പനി പ്രതിരോധത്തിനായി പനി സർവേ, വെക്ടർ സർവൈലൻസ് എന്നിവയും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തും. വിദ്യാലയങ്ങൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും. സോഷ്യൽ മീഡിയയിലൂടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താനും തീരുമാനിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വസന്ത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എ മൊയ്തീൻകുട്ടി, പി കെ മുഹമ്മദ് ഷാഫി, ഹെൽത്ത് ഇൻസ്പെക്ടർ വി എസ് രാമദാസ്, ജയച്ചൈ അനിൽകുമാർ, എപ്പിഡമയോളജിസ്റ്റ് ഡോക്ടർ അശ്വിൻ എന്നിവർ പങ്കെടുത്തു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് അഭ്യർത്ഥിച്ചു. ഉറവിടത്തിൽ തന്നെ നിർമ്മാർജ്ജന ചെയ്യുന്ന രൂപത്തിലേക്ക് ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ അതിലിപ്പോ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുവെ വാർഡ് ഗ്രൂപ്പുകൾ ഒരു കർശനമായ നിർദ്ദേശം എന്ന രൂപത്തിലേക്ക് തന്നെ അത് കൊടുക്കണം. ഇപ്പൊ ഇല്ലാത്ത വാർഡുകൾ ഇപ്പൊ എന്താ വെച്ചാൽ പെടുന്നില്ലല്ലോ എന്ന് പറയാനില്ല. കാരണം അവിടെ ഒറ്റപ്പെട്ട ചില കേസുകൾ ഉണ്ടാവും. ആ കേസുകൾ നമ്മൾ എന്താ വെച്ചാൽ സാധാ പനി എന്ന രൂപത്തിലേക്ക് കണ്ടുണ്ടാവും. പനി വന്നു കഴിഞ്ഞാൽ നിർബന്ധപൂർവ്വം ചെക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് കോവിഡ് ഉള്ള പോലെ തന്നെ നമ്മളതിനെ കാണണം നടത്തും. കോവിഡ് അങ്ങനെ ചെക്ക് ചെയ്തിട്ടാണല്ലോ അതിന്റെ സ്പ്രെഡിങ് നമ്മൾ കുറച്ച് കൊണ്ടുവന്നത്. ഇപ്പോ ഒരു സാധാരണ പനി എന്ന രൂപത്തിലേക്ക് അതിനെ കാണണ്ട. അപ്പോ അതിന് നല്ല ഗൗരവത്തോടു കൂടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അതിൽ ഇടപെടൽ നടത്തണം. ഇനി ആശാവർക്കന്മാർ പൊതുവെ ഒരു സാധാരണ ചെയ്ത റൂട്ടീൻ വർക്കുകൾ അതിന്റെ ഭാഗമായിട്ട് ചെയ്തു വന്നാൽ മതി. താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ നമ്മളൊപ്പം ചേർത്തിട്ട് നമ്മൾ ഒരു മാസ് സോഴ്സ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ ഈ വീടുകളിൽ സോഴ്സ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ പോകുന്ന സമയത്ത് ആൾക്കാരെ കുറച്ച് ബോധവൽക്കരിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കണം. അതായത് നമ്മൾ ഈ പോകുന്ന സമയത്ത് അവർക്ക് ഇപ്പൊ അസുഖമുള്ള ആൾക്കാരോ പനിയുള്ള ആൾക്കാരോ ആണെങ്കിൽ മോസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കണം. അതുപോലെ അവര് ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ പ്രേരിപ്പിക്കണം. ഒഡോമോസ് പോലെയുള്ള മോസ്കിറ്റോ റിപ്പലൻസ്
തേക്കാനും പ്രേരിപ്പിക്കണം. മഴക്കെടുതി തുടരുന്നു. ശക്തമായ മഴയും കാറ്റും വിവിധ ഭാഗങ്ങളിൽ നാശം വിതച്ചു. കുന്നപ്പള്ളിയിൽ ഭീമൻ പുളിമരം വീടിന് മുകളിൽ കടപുഴകി വീണു. വീട്ടുകാർ ആശുപത്രിയിൽ ആയതിനാൽ അപകടം ഒഴിവായി. ദിവസങ്ങളായി പെയ്യുന്ന മഴയും ശക്തമായ കാറ്റും കാരണം പെരിന്തൽമണ്ണയിലെ വിവിധ ഭാഗങ്ങളിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പുളിമരം കടപുഴകി വീണ കുന്നപ്പള്ളിയിൽ വീട് തകർന്നു. മീൻപിടി അബ്ദുൾ അസീസിന്റെ വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. റോഡിന് വശത്തെ ഭീമൻ പുളിമരമാണ് വീടിന് മുകളിൽ പതിച്ചത്. മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരെത്തി മരം മുറിച്ചു നീക്കി. വീട്ടുകാർ ആശുപത്രിയിലായിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ ജബ്ബാർ ജൂബിലിയുടെ നേതൃത്വത്തിൽ സുമേഷ് വലമ്പൂർ, ഫാറൂഖ് പൂപ്പലം, ജിൻഷാദ് പൂപ്പലം, സുബീഷ് പരിയാപുരം, ശ്യാം പാതാക്കര, യദു പാതാക്കര, അബിൻ വിജയ് എന്നിവരടങ്ങുന്ന സംഘം ഏറെ പണിപ്പെട്ടാണ് പുളിമരം മുറിച്ചു നീക്കിയത്. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പം കല്ലേപ്പുള്ളി പാലത്തിന് സമീപം റോഡിന്റെ വശം ഇടിഞ്ഞ് തോട്ടിലേക്ക് വീണു. ആളപായമില്ല. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ഇവിടെ ഒരു ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങളെ കടത്തിവിടുന്നത്. പാതയിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും MLAയും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ആലോചനയിലാണെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. റോഡിൻ്റെ സൈഡിൽ മണ്ണ് അവിടെ കൾവർത്തിനോട് ചേർന്ന് വലിയ രീതിയിലുള്ള വെള്ളം മഴയും പെയ്തതിൻ്റെ കാരണത്തിൽ സൈഡിൽ മണ്ണ് ഇടിഞ്ഞ് പോയിട്ടുണ്ട്. ഇപ്പോഴും റോഡ് പൊട്ടിയിട്ടില്ല, പക്ഷേ റോഡിൻ്റെ അടിയിലുള്ള മണ്ണടക്കം ഇടിഞ്ഞ് പോയിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അടിയന്തരമായിട്ട് ഇത് താൽക്കാലികമായിട്ടാണെങ്കിലും ചെയ്യാൻ കഴിയാന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കണം. ഗതാഗത നിയന്ത്രണം, അതായത് ഭാരവാഹനങ്ങളുടെ നിയന്ത്രണം തൽക്കാലം നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും പോലീസുമായി ഡിവൈഎസ്പിയായിട്ട് സംസാരിക്കുകയും പോലീസുകാർ ഇവിടെ ഉണ്ട്. ഭാരവാഹനങ്ങളുടെ കാര്യം നോക്കിയിട്ട് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ തൽക്കാലം കടത്തി വിടുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇനിയും മഴ രൂക്ഷമാവുകയാണെങ്കിൽ അതിൻ്റെ അടിയിലെ മണ്ണ് ഇനിയും ഒലിച്ചു പോവുകയാണെങ്കിൽ അപകടമാണ്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. റോഡ് ഇതുവരെ പൊട്ടിയിട്ടില്ല. റോഡ് പൊട്ടിയിട്ടില്ലെങ്കിലും റോഡിൻ്റെ അടിയിലുള്ള മണ്ണ് ഒരു ഭാഗത്തെ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ കണ്ടത്തിൻ്റെ സൈഡിലൊക്കെയുള്ള മണ്ണൊലിച്ചു പോയത് വലിയ തരത്തിലുള്ള അപകടത്തിന് സാധ്യത ഉള്ളതാണ്. അപ്പോൾ അത് പരിശോധിക്കാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിയന്തരമായി അത് പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് അറിയിക്കാൻ. റോഡ് പെടുത്തില്ല, ചെയ്യാനുള്ള സാധ്യത ഇവിടെ വെള്ളം CPI പട്ടാമ്പി മണ്ഡലം സമ്മേളനത്തിന് ഓങ്ങല്ലൂരിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. ഓങ്ങല്ലൂർ PAM ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. മുതിർന്ന നേതാവായ EP ശങ്കരൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V ചാമുണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു, വാണിജ്യ കരാറുകൾ ഉണ്ടാക്കുന്നു, മേഖലാടിസ്ഥാനത്തിൽ കരാറുകൾ ഉണ്ടാക്കുന്നു. ആ കരാറുകളിലൂടെ മറ്റു രാജ്യങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കാനും മറ്റു രാജ്യങ്ങളിലെ വിപണി കൈയടക്കാനും നിയന്ത്രിക്കാനുമൊക്കെയുള്ള സൗകര്യങ്ങളാണ് അമേരിക്കയും സാമ്രാജ്യത്വ രാജ്യങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ട്രംപും മാസ്കും ബന്ധമലയുന്നു എന്നാണ് മലയാള പത്രത്തിലുള്ളത്. മണ്ഡലം പ്രസിഡന്റ് OK സേതുലവി അധ്യക്ഷനായി. പരമേശ്വരൻ രക്തസാക്ഷി പ്രമേയവും C പ്രശാന്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, മുഹമ്മദ് മൂസിൻ MLA, T സിദ്ധാർത്ഥൻ, പൊറ്റശ്ശേരി മണികണ്ഠൻ, സുമലത മോഹൻദാസ്, EP ശങ്കരൻ, MN കരുണാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. 6 ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 129 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിൽ 3 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് മണ്ഡലം സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം K സൈദലവി അവതരിപ്പിച്ചു. ശനിയാഴ്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ പ്രതിനിധികൾ ചർച്ച നടത്തിയ ശേഷം ജില്ലാ സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. ഇതോടൊപ്പം പുതിയ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെയും തിരഞ്ഞെടുക്കും. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിന് ശേഷം പട്ടാമ്പി മണ്ഡലത്തിൽ പാർട്ടിക്കുള്ളിലുണ്ടായ വിഭാഗീയ പ്രവർത്തനങ്ങളും ചർച്ചയാകും. പാർട്ടി വിട്ട് സേവ് CPI കൂട്ടായ്മ രൂപീകരിച്ചതുൾപ്പെടെയുള്ള വിഭാഗീയതയ്ക്കിടെയാണ് മണ്ഡലം സമ്മേളനം നടക്കുന്നത്.
ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. മുൻ മന്ത്രി പാലുളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ബ്ലോക്ക് ജില്ലാ അരങ്ങ് വിജയികളെയും കുടുംബശ്രീ അവാർഡ് 2025 സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ കുടുംബശ്രീയായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യശ്രീ അയൽക്കൂട്ടത്തെയും സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ ADS ആയ വാർഡ് 8 പുന്നാമ്പറമ്പ് ADSനെയും ആദരിക്കുന്ന പരിപാടിയാണ് ആദരവ് എന്ന പേരിൽ നടത്തിയത്. പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തിയ പരിപാടി മുൻ മന്ത്രി പാലുളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. വിവിധ രംഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള വളർച്ച വളരെ സന്തോഷകരമാണ്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയ ശ്രമത്തിൽ നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും വളരെ സ്നേഹാദരവോടുകൂടി വിജയാശംസകൾ അർപ്പിച്ചുകൊണ്ട് കെ പ്രേംകുമാർ MLA അധ്യക്ഷനായി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ഹരിദാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ, വാർഡ് മെമ്പർമാരായ കോയ, ലിനി, ലീല, ജയശ്രീ, പ്രദീപ്, ദ്വാരകാനാഥൻ, CDS ചെയർപേഴ്സൺ T സൗമ്യ, CDS അക്കൗണ്ടന്റ് സുജിത, CDS മെമ്പർമാർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ സംസ്ഥാന അവാർഡ് ജേതാക്കളെയും ബ്ലോക്ക് ജില്ലാ അരങ്ങ് വിജയികളെയും മൊമെന്റോ നൽകി ആദരിച്ചു. സംസ്ഥാന തലം വരെ എത്തിയ സ്കിറ്റ് ടീമിനെയും ആദരിച്ചു. ശരീരത്തിന്റെ അമിതഭാരം കുറയ്ക്കാനായി ജിംനേഷ്യത്തിൽ എത്തിത്തുടങ്ങിയ വിദ്യാർത്ഥിനി ഇന്ന് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൗത്ത് ഇന്ത്യ ചാമ്പ്യൻഷിപ്പിലെ വെള്ളി മെഡൽ ജേതാവാണ്. ഷൊർണൂർ മേപ്പള്ളിയിൽ ജയകൃഷ്ണലാൽ ബീന ദമ്പതികളുടെ മകളായ M ഗായത്രി കൃഷ്ണയാണ് ഈ താരം. പാലക്കാട് നിന്ന് പങ്കെടുത്ത 2 പേരിൽ ഗായത്രി മാത്രമാണ് മെഡൽ നേട്ടം കൈവരിച്ചത്. പതിനേഴാം വയസ്സിലാണ് ശരീരത്തിന്റെ അമിതഭാരം ഒന്ന് കുറയ്ക്കാനായി ഷൊർണൂരിലെ ജിംനേഷ്യത്തിൽ ഗായത്രി കൃഷ്ണ എത്തുന്നത്. അത് പിന്നീട് തുടർന്നപ്പോൾ മത്സരങ്ങളിലേക്കായി അടുത്ത ചുവടുവെപ്പ്. അങ്ങനെ 2023 ആദ്യമായി മിസ് പാലക്കാട്ടിൽ പങ്കെടുത്തെങ്കിലും ഗായത്രിക്ക് വിജയിക്കാനായില്ല. ആഗ്രഹങ്ങൾ കൈവിടാതെ പരിശീലനം തുടർന്നു. അങ്ങനെ 2025 നടന്ന മത്സരത്തിൽ ടൈറ്റിൽ വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് കൂടുതൽ സമയം പരിശീലനത്തിനായി മാറ്റിവെച്ചു. രാവിലെയും വൈകിട്ടുമായി 5 മണിക്കൂർ ഇപ്പോൾ പരിശീലനം നടത്തുന്നുണ്ട്. ഞായറാഴ്ചകളിൽ കൂടുതൽ സമയം നിൽക്കും. സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ നടക്കുന്ന മത്സരങ്ങളിലാണ് ഗായത്രി ഇപ്പോൾ പങ്കെടുക്കുന്നത്. ഇക്കഴിഞ്ഞ 18-ന് സേലത്ത് വെച്ച് നടന്ന ഓപ്പൺ കാറ്റഗറിയിൽ ബിക്കിനി മോഡേൺ ഇനത്തിലായിരുന്നു ഗായത്രിയുടെ വെള്ളി മെഡൽ നേട്ടം. ഞാൻ ആക്ച്വലി 2 years ആയിട്ട് ഇതിനു വേണ്ടി പരിശീലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പാലക്കാട് ടൈറ്റിൽ വിന്നറാണ്. ഇങ്ങനെ കേരള സിൽവർ മെഡലിസ്റ്റാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വർഷം കുറേ കോമ്പറ്റീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സൗത്ത് ഇന്ത്യ കോമ്പറ്റീഷൻ വരുന്നു എന്ന് അറിഞ്ഞത്. അപ്പം അങ്ങനെ കേരളം കഴിഞ്ഞ് ഒരു 2 months ശേഷമാണ് സൗത്ത് ഇന്ത്യ നടന്നത്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തത്. സ്ട്രിക്റ്റ് ആയിട്ടും പിന്നെ വർക്കൗട്ടൊക്കെ ഹാർഡാക്കി അങ്ങനെയാണ്. ചുടുവാലത്തൂരിൽ ഫിറ്റ് ആൻഡ് ഫിറ്റ്നസ് എന്ന പേരിൽ ജിംനേഷ്യം നടത്തുന്ന ആറങ്ങോട്ടുകര സ്വദേശിയായ PH അഫ്സറിന്റെ കീഴിലാണ് പരിശീലനം. 15 വർഷമായി അഫ്സർ പരിശീലന രംഗത്തുണ്ട്. ഇതുവരെ 10-ലധികം ആളുകളാണ് പരിശീലനത്തിലൂടെ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മത്സരിച്ചിട്ടുള്ളത്. ജനുവരിയിൽ നടക്കുന്ന മിസ്റ്റർ ഇന്ത്യ നാഷണൽ മത്സരത്തിനുള്ള ഒരുക്കത്തിലാണ് ഗായത്രിയും പരിശീലകൻ അഫ്സറും. ഇത് നമ്മൾ ചെയ്യുന്നത് കേരള സ്റ്റേറ്റിന്റെ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ കീഴിലാണ്. IBBF എന്ന് പറഞ്ഞ അസോസിയേഷന്റെ കീഴിലാണ് നമുക്ക് കോമ്പറ്റീഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള അസോസിയേഷനാണ് IBBF. ഇതിലേക്ക് വന്നിട്ട് കോളേജിലും എല്ലാത്തിനും ബേസ് മാർക്കും കാര്യങ്ങളും എല്ലാം ഉള്ള അസോസിയേഷനാണ്. അതിൻ്റെ കീഴിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡെയിലി 2-2.5 മണിക്കൂർ മോർണിംഗ് ഈവനിങ് അതേമാതിരി 2-2.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. ഉച്ചയ്ക്ക് ഇതേമാതിരി കാർഡിയോ നടത്താൻ വേണ്ടി പോകും. അങ്ങനെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ ഇതിലെത്തിയിരിക്കുന്നത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വോയിസ് ഓഫ് മണ്ണാർക്കാട് വാട്സപ്പ് കൂട്ടായ്മ ലഹരിക്കെതിരെ ശില്പശാല സംഘടിപ്പിച്ചു.
വർണ്ണലഹരി എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും ശില്പശാലയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. വർണ്ണലഹരി എന്ന പേരിൽ ലഹരിക്കെതിരെ വോയിസ് ഓഫ് മണ്ണാർക്കാട് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരവും ശില്പശാലയും ശ്രദ്ധേയമായി. UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ 60ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മത്സരിച്ച 2 വിഭാഗത്തിൽ നിന്നും മികച്ച കലാസൃഷ്ടികൾ തിരഞ്ഞെടുത്ത് സമ്മാനം നൽകി. തിരഞ്ഞെടുത്ത 10 പേർക്ക് പ്രോത്സാഹന സമ്മാനവും മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ചടങ്ങിൽ സമ്മാനിച്ചു. വോയിസ് ഓഫ് മണ്ണാർക്കാട് രക്ഷാധികാരി ഡോക്ടർ KA കമ്മപ്പ ശില്പശാല ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്രയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ രക്ഷിതാക്കളുടെ നിങ്ങൾക്കാണ് ഞാൻ അഭിനന്ദനം നൽകുന്നത്. കാരണം ഇത്തരം ചിന്തകൾ അവരുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, നമുക്ക് കുട്ടികൾ പുറത്തിറങ്ങിയ മാതാപിതാക്കൾ ആദ്യമാണ്. ഏത് ചെറുപ്പുഴികളാണ് അവരെ കാത്തിരിക്കുന്നത് നമുക്കറിയില്ല. വോം ചെയർമാൻ രമേശ് പൂർണിമ അധ്യക്ഷത വഹിച്ചു. വോം രക്ഷാധികാരി M പുരുഷോത്തമൻ മുഖ്യാതിഥിയായി. ഒരു വിഷയത്തെ നമ്മൾ ഒരാൾ മനസ്സിലേക്ക് എത്തിക്കണമെങ്കിൽ പല മാർഗങ്ങളുണ്ട്. പ്രസംഗിച്ചിട്ട് എത്തിക്കാം, കവിത പാടിയിട്ട് എത്തിക്കാം, കഥ വായിച്ചിട്ട് എത്തിക്കാം, അല്ലെ? അങ്ങനെ പല രൂപത്തിൽ നമുക്ക് ഒരു വിഷയത്തെ മറ്റൊരാളിലേക്ക് മനസ്സിലേക്ക് പകർത്താൻ കഴിയും. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, എല്ലാവരുടെയും മനസ്സിനെ കൃത്യമായി സ്വാധീനിക്കുന്ന രൂപത്തിൽ നമ്മുടെ കണ്ണിലൂടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തിൽ കുറച്ചുകൂടി ഒരു വ്യാപ്തി കൂടുന്നതാണ് എനിക്ക് തോന്നുന്നത്. സാമിയ ഇസാഖ്, കെൻസ ഗോൾഡ് പ്രതിനിധികൾ, ചിത്രകലാ അധ്യാപകരായ സജിമോൻ, P. ഇസാഖ്, KV അമീർ, ഗഫൂർ പൊതുവത്ത്, KVA റഹ്മാൻ, വിജയേഷ്, സുബൈർ സോണി എന്നിവർ പ്രസംഗിച്ചു. ശ്രീകൃഷ്ണപുരം മീഡിയ സെന്ററും ഫൈനൽ കട്ട് ഓൺലൈൻ ചാനലും ചേർന്ന് സംസ്ഥാനതല ഗാനാലാപന മത്സരം സംഘടിപ്പിച്ചു. സംഗീത ശില്പം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ സമാപന സമ്മേളനം K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. 4 കാറ്റഗറികളിലായാണ് മത്സരം സംഘടിപ്പിച്ചത്. ഓരോ വിഭാഗത്തിലും 1, 2, 3 സ്ഥാനം നേടിയവർക്ക് MLA ഉപഹാരം നൽകി. ചടങ്ങിൽ സബരിയ സാഹിത്യവേദിയുടെ യുവപ്രതിഭാ പുരസ്കാരം നേടിയ ബിജു പൊയ്കയിലിനെ ആദരിക്കുകയും ചെയ്തു. ഭാവിയിൽ നമ്മുടെ ഈ സംഗീത മത്സരത്തിൽ, ഗാനാലാപന മത്സരത്തിലൊക്കെ പങ്കെടുത്തവർക്ക് വിവിധ മേഖലകളിൽ ശോഭിക്കാൻ കഴിയട്ടെ. ആ മേഖലകളിലൊന്നും ഒരുപക്ഷെ ശോഭിച്ചില്ലെങ്കിലും മനസ്സിന്, സ്വന്തം വ്യക്തി എന്ന നിലയിൽ അവരവരുടെ മനസ്സിന് കൂടുതൽ സന്തോഷവും ആത്മവിശ്വാസവും ലഭിക്കുന്നതിന് ഇത് ഉപകാരപ്പെടട്ടെ. പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റും മൊമൻറ്റോയും സംഘാടകർ നൽകുന്നുണ്ട് എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഗാനാലാപന മത്സരത്തിൻ്റെ ഭാഗമായി എത്തിച്ചേർന്ന എല്ലാവർക്കും ഊഷ്മളമായിട്ടുള്ള ആശംസകളും അഭിവാദനങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിറഞ്ഞ മനസ്സോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് PV ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം AK ദ്വാരകനാഥ്, മീഡിയ സെന്റർ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, C. ഗോപാലകൃഷ്ണൻ, മീഡിയ സെന്റർ സെക്രട്ടറി രജേഷ് കടമ്പഴിപ്പുറം, MC അനിൽകുമാർ, രാജീവ് ശ്രീചിത്ര, D. മധു, ശ്യാംനാരായണൻ, സാന്ദ്ര S. വാര്യർ, MT വിനീത് ഭാസ്കർ തുടങ്ങിയവർ സംസാരിച്ചു. 12 വയസ്സുവരെയുള്ളവരുടെ വിഭാഗത്തിൽ അഭിരാമി ശ്രീകൃഷ്ണപുരം 1ാം സ്ഥാനവും വൈഗ പെരുവമ്പ് 2ാം സ്ഥാനവും സഞ്ജയ് വെള്ളിനേഴി 3ാം സ്ഥാനവും നേടി. 13 വയസ്സ് മുതൽ 18 വയസ്സുവരെയുള്ളവരുടെ വിഭാഗത്തിൽ ശ്രീലയ ശ്രീകൃഷ്ണപുരം 1ാം സ്ഥാനവും കൃഷ്ണപ്രിയ കോഴിക്കോട് 2ാം സ്ഥാനവും യദുനന്ദ കോഴിക്കോട് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 19 മുതൽ 23 വയസ്സുവരെയുള്ളവരുടെ വിഭാഗത്തിൽ അനഘ ശ്രീകൃഷ്ണപുരം, ദേവിക ആലിപ്പറമ്പ്, നമിത ശ്രീകൃഷ്ണപുരം എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. 23 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ മായ കരിമ്പുഴ 1ാം സ്ഥാനവും രേവതി ശ്രീകൃഷ്ണപുരം 2ാം സ്ഥാനവും പ്രസീത മണ്ണാർക്കാട് 3ാം സ്ഥാനവും നേടി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വല്ലപ്പുഴ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലപ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് MPM മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ആലിക്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അസറു പാറപ്പുറത്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. വല്ലപ്പുഴയിൽ പുതുതായി നിർമ്മിക്കുന്ന വ്യാപാര ഭവന്റെ ശിലാഫലകത്തിന്റെ അനാച്ഛാദനം ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു. യൂത്ത് വിങ്ങിന്റെ പുതിയ ഭാരവാഹികളായി നൌഫൽ VP പ്രസിഡന്റ്, കബീർ ചൂരക്കോട് ജനറൽ സെക്രട്ടറി, റഷീദ് K ട്രഷറർ തുടങ്ങി 20 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മണ്ഡലം പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ജില്ലാ സെക്രട്ടറി പ്രജിത് പട്ടാമ്പി, മണ്ഡലം പ്രസിഡന്റ് KPR റസാക്ക്, കുടുംബിനി ബാബു, മണ്ഡലം ട്രഷറർ ഷാജി കൊപ്പം, മണ്ഡലം നേതാക്കളായ മൊയ്തു ഹാജി, ഗിരീഷ് പട്ടാമ്പി, ഹുസൈൻ കുരാച്ചിപ്പടി, യൂത്ത് വിംഗ് നേതാക്കളായ ഷിബു കൊപ്പം, സുജീഷ് പട്ടാമ്പി, യൂണിറ്റ് ട്രഷറർ സലീം പാറയ്ക്കൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് നൌഫൽ VP തുടങ്ങിയവർ സംസാരിച്ചു.
അങ്ങാടിപ്പുറം വലമ്പൂരിൽ വെൽഫെയർ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിച്ചു. വലമ്പൂർ പ്രദേശത്തെ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും LSS, USS ജേതാക്കളെയും വെൽഫെയർ പാർട്ടി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മെറിറ്റ് ഡേ പ്രോഗ്രാമിലാണ് വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ശിഹാബ് മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈദാലി വലമ്പൂർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തീൻ KT, യൂസഫ് KV, ഹംസത്ത് അലി KP, ഇക്ബാൽ KV തുടങ്ങിയവർ സംസാരിച്ചു. വാണിയംകുളം ചോറൂട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഹരേ കൃഷ്ണ ഭജൻസിന്റെ നേതൃത്വത്തിൽ 30 ദിവസം നീണ്ടുനിന്ന വൈശാഖ മാസാചരണത്തിന് സമാപനമായി. സമാപന ദിവസം ചേർത്തല രമേശിന്റെ പുല്ലാങ്കുഴൽ സംഗീതവും ഹരേ കൃഷ്ണ ഭജൻസിലെ പൂജയുടെ മോഹിനിയാട്ടവും ശ്രീദുർഗ ഭജൻസിന്റെ ഭജനാമൃതവും നടന്നു. 30 ദിവസവും ക്ഷേത്രത്തിൽ ഹരേ കൃഷ്ണ ഭജൻസ് പ്രഭാത ഭക്ഷണം നൽകുകയും സമാപന ദിവസം പ്രസാദ ഊട്ട് നടത്തുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തൂതപ്പുഴ ഇരുകരയും മുട്ടിയിട്ടും കുലുക്കല്ലൂർ മപ്പാട്ടുകര എളാട് ചെക്ക് ഡാം തുറന്നുവിടാത്തതിൽ പ്രതിഷേധം. ചെക്ക് ഡാമിന് മുകളിലുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീതി. കാഞ്ഞിരപ്പുഴ ഡാം കൂടി തുറന്നാൽ സ്ഥിതി വഷളാകുമെന്ന് നാട്ടുകാർ. ഒറ്റപ്പാലത്ത് വാഹനാപകടം. ഗതാഗത കുരുക്കിൽപ്പെട്ട് സ്കൂട്ടറിൽ നിന്ന് വീണ യുവതി ബസ് കയറി മരിച്ചു. വാണിയംകുളം തൃക്കങ്ങോട് സ്വദേശിനി സന്ധ്യയാണ് മരിച്ചത്. മുണ്ടൂർ തൂതപ്പാതയിൽ ചെറുപ്പളശ്ശേരി കാക്കത്തോട് പാലവുമായി ബന്ധപ്പെട്ട ഗതാഗത പ്രതിസന്ധി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. മഴക്കാലത്തിന് മുൻപ് പാല നിർമ്മാണം പൂർത്തിയാക്കാത്തത് അനാസ്ഥയെന്നും അടിയന്തര പരിഹാരം വേണമെന്നും നേതാക്കൾ. കരുവാരക്കുണ്ടിൽ കടുവയ്ക്ക് വെച്ച കെണിയിൽ കുടുങ്ങിയത് പുലി. വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് 4 വയസ്സുള്ള പെൺപുലി കുടുങ്ങിയത്. പുലിയെ കാട്ടിൽ തന്നെ വിടാനുള്ള വനംവകുപ്പിന്റെ നീക്കം തടഞ്ഞ നാട്ടുകാർ. പെരിന്തൽമണ്ണ ചീരട്ടാമലയിൽ സ്വന്തമായി ഭൂമിയും വീടും ഇല്ലാതെ ആദിവാസി കുടുംബങ്ങൾ ദുരിതത്തിൽ. കല്ലായിത്തോടിലെ 2 കുടുംബങ്ങൾ കഴിയുന്നത് ചോർന്നൊലിക്കുന്ന തീരെ സുരക്ഷയില്ലാത്ത കുടിലിൽ. അധികൃതർ ഇവരുടെ ദുരിതം കാണുന്നില്ലെന്ന ആക്ഷേപം. PMAY ധാരണാപത്രത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒപ്പുവെക്കാത്തത് ഭവന പദ്ധതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായി മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ. നഗരസഭയിൽ 142 പേർക്കുള്ള വീടുകൾ ഇതുകാരണം മുടങ്ങിക്കിടക്കുകയാണെന്നും ചെയർമാൻ. മണ്ണാർക്കാട് അരിയൂർ സഹകരണ ബാങ്കിൽ വിജിലൻസ് പരിശോധന. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രാഥമിക പരിശോധനയെന്ന് വിജിലൻസ്. മുൻ സെക്രട്ടറി, ബാങ്ക് പ്രസിഡന്റ് എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.